പിന്നെ ഈ ഒപ്പത്തില് എങ്ങനെയാ മീനുട്ടി ഒപ്പത്തിൽ വന്നത്? ഒപ്പത്തിൽ വന്നത് ഒപ്പം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചെയ്തത് നമ്മുടെ തന്നെ എന്നോ ഞാൻ എന്റെ പാട്ടിലെ അമർ അക്ബർ ആന്റണി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പ്രിയനങ്ങൾ വിളിച്ചു കാണണം പറഞ്ഞു. ലാലങ്ങളും പ്രിയനങ്ങളും കൂടി അന്നൊരു ഫ്ലാറ്റിലുണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഫ്ലാറ്റിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്തോ നമ്മുടെ ഒപ്പത്തിന് തന്നെ എന്തൊക്കെയോ മൂവിയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോ ലാലങ്ങൾ ഇങ്ങനെ ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞു, പ്രിയനങ്ങളും മടിയിലൊക്കെ ഇരുത്തി ഭയങ്കര കുറെ വർത്താനൊക്കെ പറഞ്ഞ്. പിന്നെന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അച്ഛൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഷൂട്ടിന് പോയി. ഞാൻ അങ്ങനെയല്ല കേട്ടത്. എന്താണ് ഈ റെമ്യൂണറേഷന്റെ കാര്യത്തിൽ ഭയങ്കര തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഞാൻ 1 കോടി വേണം എന്നപ്പോ പ്രിയനങ്ങൾ എനിക്ക് 2 കോടി തന്നേ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു, മോഹൻലാൽ പറഞ്ഞു 3 കോടി കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ എല്ലാം കൂടി അവസാനം എത്ര 30 രൂപ ഒരേ ലാസ്റ്റിൽ 30 രൂപയെങ്കിലും കിട്ടിയോ? അതേ സിനിമയിലാണ് ശ്രേയക്കുട്ടി പാടി. ശ്രേയക്കുട്ടി എങ്ങനെയാ ഇതിനകത്ത് വന്നത്? MG അങ്കിൾ വഴി. ഞാൻ അമർ അക്ബർ ആന്റണി പാടിന് ശേഷമാണ് ഒപ്പത്തിൽ പാടുന്നത്. പക്ഷെ ആ സമയത്തായിരുന്നു ഒരു സൂര്യോത്സവം എന്ന പരിപാടിയിലൂടെ MG അങ്കിളെ നേരിട്ട് അറിയാമായിരുന്നു. അങ്ങനെ പാടുന്നുണ്ടെന്ന് അങ്കിള് അന്ന് ജഡ്ജായിട്ടുണ്ടായിരുന്നു. അങ്ങനെ NHQൽ ഒരു പ്രാവശ്യം റെക്കോർഡിങ്ങിന് വന്ന സമയത്താണ് ജിം അങ്കിള് പറഞ്ഞത് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, അപ്പം MG സർ മോളെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ MG അങ്കിൾ ത്രൂ ആണ് എനിക്ക് ഒപ്പത്തിലേക്കുള്ള. സത്യത്തിൽ ഞാൻ ഓർക്കുന്നില്ല, കാരണം ഞാൻ അമേരിക്കയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമിച്ച് പോയ പ്രോഗ്രാം തോന്നുന്നു. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിയിലാണ് വന്ന് ഇറങ്ങിയപ്പോ അപ്പോഴാണ് എനിക്ക് പെരുമ്പാവൂർ ആന്റണിയുടെ കോള് വന്നത്. അത് ഇതുപോലെ NHQ സ്റ്റുഡിയോയിൽ ഒരു സോങ് ഉണ്ട്, അത് പോയി പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പാടി. പിന്നെ ഞാൻ സത്യം പറഞ്ഞ പറഞ്ഞു കാണും കേട്ടോ. അന്ന് ലൊക്കേഷനിൽ വന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു വള്ളത്തിന്റെ ഒക്കെ സീൻ എടുത്ത് ബോട്ടയിലുള്ള സീനൊക്കെ എടുക്കുമ്പോഴല്ലേ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം, കാരണം അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പൊ കുറെ പടത്തിൽ പാടിയില്ലേ? അതിനുശേഷം കുറെ മൂവീസില് മീനുട്ടിയും കുറെ അഭിനയിച്ചല്ലേ? ഞാൻ അഭിനയിച്ചതെല്ലാം കന്നഡ ചെയ്യുമ്പോഴായാലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. നിങ്ങളപ്പോ ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും. കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് കേട്ടോ. ഒരുമിച്ചാണേലും തിരിച്ചു പോകുമ്പോ 2 വഴിക്ക് പോവരുത്. അല്ല, ഞാൻ കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യം അറിയാന്ന് വെച്ചാ അല്ല, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ചോദിച്ചു ഇതാ പറഞ്ഞില്ലല്ലോ, അല്ല ഇത് പറഞ്ഞില്ലല്ലോ എന്ന് പറയില്ലല്ലോ. അത് എല്ലാ കാര്യവും എല്ലാ കാര്യവും ഒക്കെ അറിയാം. അതുകൊണ്ട് മീനുട്ടി ഇത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. പൃഥ്വിരാജിനെ പോലെ അറിയോ? അയ്യോ ഇല്ല, എടി രാജോങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ ഞാൻ പറഞ്ഞു. അതെനിക്കറിയാം, ഇവക്ക് അവള് ഭയങ്കര ആരാധിക്കുന്ന ഒരാളാണ്. അത് അവക്കറിയാം. ശ്രേയക്കുട്ടി ഒന്ന് മാറ്റി വിളിച്ചു വേണ്ട കേട്ടോ, ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയാമെന്ന് പറഞ്ഞപ്പോ അയ്യോ എനിക്ക് കേട് കിട്ടിയ ഒരു സൗഭാഗ്യം. എടി ഞാൻ പറഞ്ഞു രാജോങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ MG അങ്കിൾ പറഞ്ഞു എനിക്ക് എന്താ പറഞ്ഞേ, രാജോങ്കളിനെ പോലെ ഒരാളെ ഞാൻ പറഞ്ഞില്ല. അയ്യോ, രാജുവങ്കള് കല്യാണം കഴിച്ചില്ല, ഇനിയിപ്പോ എന്തോ ചെയ്യാനാണ്, കാരണം വേറെ ഒന്നുമല്ല, ഇനി വേറെ ആരെങ്കിലും നോക്ക്. അതുകൊണ്ടെന്താ ഞാൻ ഫാൻ ഗേൾ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ രാജു അങ്കിളിനെ പോലെ ഒരാള് വേണം. അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ? പറഞ്ഞു. പിന്നെ അത് പിന്നെ അക്സെപ്റ്റ് ചെയ്തു. അത് പിന്നെ ഒരാളെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഇതൊക്കെ ഒരുപാട് കഥകളുണ്ട്. അത് അവൾക്ക് അറിഞ്ഞൂടാ, അത് കള്ളത്തരായതാണ്. നേരത്തെ പറഞ്ഞ കള്ളമല്ലേ എന്റെ എല്ലാം, എന്റെ മനസാക്ഷി കണ്ടോ, ഇതാ വഴക്കുണ്ടാക്കിപ്പോ അവൾക്ക് അറിയാം. ഇല്ല എല്ലാം അറിയാം. ശരി, നോക്കാം.